എങ്ങനെയാണ്, ആരുടെയെങ്കിലും പിന്തുണ ഉണ്ടോ? ഇടതുപക്ഷത്തിന്റെ പിന്തുണ ഉണ്ടോ? സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് നോമിനേഷൻ നൽകിയിട്ടുള്ളത്. ഇനി സ്വതന്ത്രമായിട്ട് നോമിനേഷൻ കൊടുക്കുകയും ആർക്കു വേണമെങ്കിലും പിന്തുണക്കാം. ഇപ്പോൾ കുറച്ച് സുഹൃത്തുക്കളും നമ്മൾ കുറച്ച് ആളുകളും മാത്രമാണ് ഉള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പരമാവധി ആരൊക്കെ സഹകരിക്കണോ അവരെ കൂട്ടി മുന്നോട്ട് പോകാനാണ് തയ്യാറെടുപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി എന്താണ് കാരണം എന്നുള്ളത് നാളെ നിങ്ങളെല്ലാവരെയും വിളിച്ച് ഒരു വാർത്താ സമ്മേളനം നടത്താനാണ് പരിപാടി. അത് നമുക്ക് എല്ലാവർക്കും സൗകര്യമുള്ള ഒരു സമയം നമുക്ക് ഫിക്സ് ആക്കാവുന്നതാണ് എന്നുള്ളതാണ്. അത്രയൊക്കെ കാത്തിരിക്കാനുള്ള സമയമുണ്ടോ? അപ്പം തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ ചൂടിലേക്കൊക്കെ ഇറങ്ങണ്ടേ? അല്ല, കുറച്ച് കാര്യങ്ങൾ വിശദമായി പറയേണ്ടതുണ്ട്. അത് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങുന്നത്. മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റ് ഇരുന്നല്ലേ, പിന്നെ എന്താണ് ഇപ്പോൾ ഒരു പൊതുസംഘടനയായി മത്സരിക്കാൻ കാരണം? അത് നാളെ പറയാന്ന് കരുതിയിട്ട് അത് ചെറിയ വാക്കിൽ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിലവിൽ ഇപ്പൊ CPM ആയിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPM നേതാക്കൾ നിങ്ങൾ ബന്ധപ്പെട്ട് എന്തെങ്കിലും പിന്തുണ അറിയിച്ചിട്ടുണ്ടോ? ഞാനിപ്പോ ആരുടെയും പിന്തുണ സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അവർക്ക് തീരുമാനിക്കാം. ഇല്ല, ഞാൻ അവരോട് എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിലവരും പെടും. അവർക്ക് വേണമെങ്കിലും പിന്തുണക്കാം, ആർക്കും വേണമെങ്കിലും പിന്തുണക്കാം. അങ്ങനെയല്ല, നമ്മളൊക്കെ അന്വേഷണത്തില് CPMന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പിൻവലിക്കുമെന്നും താങ്കളെ എന്നിട്ട് LDF സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ LDFന്റെ പിന്തുണ നൽകുമെന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും നീക്കുപോക്ക് അല്ലെങ്കിൽ നടന്നിട്ടുണ്ടോ ഇടതുപക്ഷമായിട്ട്? ഇപ്പോൾ ഞാൻ അങ്ങോട്ടാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ആർക്കും വേണമെങ്കിലും പിന്തുണക്കാം എന്നുള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, അവർ തീരുമാനം പറയേണ്ടത് അവരാണ്. അപ്പൊ ഇടതുപക്ഷം പിന്തുണച്ചാൽ ഇടത് സ്ഥാനാർത്ഥിയായിട്ടാണോ അതോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണോ? സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാനിപ്പോ പത്രിക നൽകിയിട്ടുള്ളത്. ഇനി ഏത് രൂപത്തിലാണെന്നുള്ളത് അവരെ പിന്തുണ തരുമ്പോൾ അവരുടെയും പിന്തുണയോട് കൂടിയുള്ള സ്ഥാനാർത്ഥിയാണ്. എല്ലാവരുടെയും പിന്തുണ സ്വീകരിക്കും. അത് ആരുടെ എന്നുള്ള ജനാധിപത്യ വിശ്വാസികളുടെ എല്ലാവരുടെയും പിന്തുണ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചാൽ സ്വീകരിക്കും. അതെ, BJP ആരോടാ ഈ രാജ്യത്തിലെ ഏത് പൗരന്റെയും പിന്തുണ സ്വീകരിക്കാം. കാരണം ഏത് പൗരനും ആർക്കും വോട്ട് ചെയ്യാം, ആർക്കും വേണമെങ്കിലും ചെയ്യാം. ഒരു സ്വതന്ത്രനെ സംബന്ധിച്ചിടത്തോളം ആർക്കും വേണമെങ്കിലും പിന്തുണക്കാം. അത് ഇന്ന പാർട്ടിയുടെ വേണ്ട എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഇല്ല. ഈ സമസ്തയുടെ നേതാവ് ആലിക്കുട്ടി മുസ്ലിയാര് താങ്കൾക്ക് കെട്ടിവെക്കാനുള്ള, എന്റെ കുടുംബത്തിലെ കാരണം ഒരു മൂത്താപ്പിയാണ്. മൂപ്പരാണ് എനിക്ക് ഇവിടെ കെട്ടിവെക്കാനുള്ള ക്യാഷ് നൽകിയിട്ടുള്ളത്. മൂപ്പര് തന്ന ആ ക്യാഷ് ഇട്ട് വന്നിട്ടാണ് ഞാൻ ഇവിടെ പത്രിക സമർപ്പിച്ചത്. സമസ്തയുടെ പിന്തുണ ഉണ്ടോ? ഞാൻ എൻ്റെ കുടുംബത്തിലെ കാരണവരാണ്, അവരാണ് എനിക്ക് ക്യാഷ് തന്നിട്ടുള്ളത്. ഇവിടെ പിന്തുണ, ഇനി അവർ പിന്തുണ നിൽക്കണോ പിന്തുണക്കണ്ടേ എന്നുള്ളതൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. ഞാന് ഒരു സംസ്ഥക്കാരനാണ്, മുസ്ലിം ലീഗുകാരനായിരുന്നു. അതിന്ന് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള കാരണമാണ് ഞാൻ നിങ്ങളോട് നാളെ വിശദീകരിക്കുന്നത്. അംഗത്വം ഉണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ പറയാം. ഒരു സംശയം, താങ്കളെ വേദനിപ്പിച്ചത് സംശയം ചോദിക്കുകയാണ്. കാരണം വെച്ചാല് മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു, നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ആ സ്ഥാനത്ത് നിന്ന് നീക്കി, അത് താങ്കളെ ശരിക്ക് വേദനിപ്പിച്ചോ? അതുകൊണ്ടാണ് നാളെ പറയാന്ന് പറഞ്ഞത്. കുറച്ച് വേദന എങ്ങനെയാന്നുള്ളത് നിങ്ങൾ പങ്കുവെക്കണമല്ലോ. അപ്പൊ എല്ലാവരും വേണം. ആ വേദന എന്താണ് സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് നിങ്ങൾ പങ്കുവെക്കാനാണ് നാളെ ഒരു കുറഞ്ഞ സമയം നമുക്ക് കാണാമെന്ന് പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു, അംഗത്വം ഇപ്പോഴും ഉണ്ടല്ലേ? അംഗത്തുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്ത് നാളെ പറയാം. ഈ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ഈദാഘോഷങ്ങളുടെ മൊഞ്ചു കൂട്ടാൻ കിനാവൊത്ത പെരുന്നാൾ കളക്ഷനുകളുമായി ആറ്റ്ലസ് ഈദ് ഉത്സവം. ട്രെൻഡി കളക്ഷനുകളുമായി ഇത്തവണ ഈദ് ഇരട്ടി മധുരമാക്കാം. മെൻസ്, ലേഡീസ്, കിഡ്സ് വെയർ മുതൽ ഹോം ഫർണിഷിംഗ് വരെ ഏറ്റവും കുറഞ്ഞ വിലയിൽ 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള ഏറ്റവും പുതിയ ഈദ് കളക്ഷനുകൾ അറ്റ്ലസിൽ നിന്നും സ്വന്തമാക്കാം. ഇത്തവണ പെരുന്നാൾ ആഘോഷിക്കാം അറ്റ്ലസ് ഫാഷനൊപ്പം. അറ്റ്ലസ് ഫാഷൻ, കൊടുവള്ളി, കടയ്ക്കൽ, നിലമ്പൂർ, പെരിന്തൽമണ്ണ. നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.